Hello everyone, hope all of you are doing well. നമുക്ക് ഇന്ന് CBSE 10th standard സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബയോളജി ക്ലാസ് ആണ്. ഹൗ ഡു മൈക്രോ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് 6 ആണ്. ആദ്യത്തെ 5 പാർട്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഡിഫറെന്റ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി. ഇന്ന് നമുക്കിനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പതിവ് പോലെ പറയുകയാണ്, നിങ്ങൾ മാത്രം ക്ലാസ് കണ്ടാൽ പോരാ, താഴെയുള്ള ഷെയർ ബട്ടൺ ഇപ്പൊ തന്നെ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് പഠിക്കാം. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, കാരണം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് +1 +2 ക്ലാസ്സസിൽ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാത്രമല്ല 10th ബോർഡ് എക്സാമിന് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അധികം മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എപ്പോഴും സെക്ഷുവൽ മോഡാണ്. അതായത് 2 ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ഒരു മെയിലും ഒരു ഫീമെയിലും ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഹ്യൂമൻ ബീങ്സിലെ റീപ്രൊഡക്ഷൻ. സോ ഇറ്റ് ഈസ് സെക്ഷുവൽ മോഡ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിലെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാന്ന് പഠിച്ചു വെക്കണം. സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇനി ഈ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ഒരു ഹ്യൂമൻ ബീങ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് എപ്പോഴാണ്? ബോഡി മെച്യൂർഡ് ആവുമ്പോഴാണ്. അപ്പോ ഒരു ഹ്യൂമൻ ബീങ് ഒരു അഡൾട്ട് ആവുമ്പോ, ഒരു മെച്യൂർഡ് ആവുമ്പോ, അത് ടീനേജ് ഏജിലാണ് മെച്യൂർഡ് ആവുക. ഓക്കെ, അതായത് ഒരു 13 to 18 ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുക. ഈ ടീനേജിലെ ഏർലി, അതായത് 13, 14, 15, 16 ഈ ഒരു ഏർലി ടീനേജിലാണ് ബോഡിയിൽ, ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡിയിൽ കൂടുതലും ചേഞ്ചസ് വരിക. ഈ ചേഞ്ചസ് വരുന്നത് ഒരു ഹ്യൂമൻ ബീങ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, സെക്ഷുവലി അവന്റെ ബോഡി അല്ലെങ്കിൽ അവളുടെ ബോഡി മെച്യൂർഡ് ആകുമ്പോൾ, ഒരു ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, ഒരു ഏർലി ടീനേജ് ഏജിൽ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിൽ ബോഡി മെച്യൂർഡ് ആകുമ്പോൾ, സെക്ഷുവലി മെച്യൂർഡ് ആകുമ്പോൾ ഒരു ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. ചില ചേഞ്ചസ് ഗേൾസിനും കോമൺ ആണ്, ബോയ്സിനും കോമൺ ആണ്. ഇനി ഗേൾസിന്റെ ബോഡിയിൽ മാത്രം കണ്ടുവരുന്ന ചേഞ്ചസ് ഉണ്ട്, ബോയ്സിന്റെ ബോഡിയിൽ മാത്രം കണ്ടുവരുന്ന ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ടീനേജ് ഏജ് ആകുമ്പോൾ ഗേൾസിന്റെ ബോഡിയിലായാലും ബോയ്സിന്റെ ബോഡിയിലായാലും ന്യൂ ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്യാം. ചില ഫീച്ചേഴ്സിൽ ചേഞ്ച് വരാം, ന്യൂ ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്യാം. അതുപോലെ തന്നെ ബോഡിയിൽ ന്യൂ സെൻസേഷൻസ് ഫീൽ ചെയ്യാം. ഇതെല്ലാം സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ്. അതായത് ടീനേജ് ഏജ് ആകുമ്പോൾ, ഒരു സെക്ഷുവലി മെച്യൂർഡ് ആവുന്ന ഏജ് ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഇനി ആ ചേഞ്ചസ് ഏതൊക്കെയാണ് നോക്കാം. ഗേൾസിന്റെ ബോഡിയിലും ബോയ്സിന്റെ ബോഡിയിലും കോമൺ ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്താന്ന് വെച്ചാൽ, ഒന്ന് തിക്ക് ഹെയർ ഗ്രോത്ത് ഇൻ ആം പിറ്റ്സ്, നമ്മളുടെ ഷോൾഡറിന്റെ താഴെയുള്ള ഏരിയയിലും അതുപോലെ തന്നെ 2 തൈസിന്റെ കാലുകൾക്കിടയിലുള്ള ജെനൈറ്റൽ ഏരിയ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ജെനൈറ്റൽ ഏരിയയിലൊക്കെ ഹെയർ ഗ്രോത്ത്, തിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, ആംപിറ്റ്സിലും അതുപോലെ തന്നെ ജെനൈറ്റൽ ഏരിയാസിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ തൈസിന്റെ ഇടയിലുള്ള ജെനൈറ്റൽ ഏരിയ കുറച്ചും കൂടെ സ്കിൻ കുറച്ചുകൂടി ഡാർക്കർ ആവും. ഓക്കെ, ഇതൊക്കെ പല കുട്ടികൾക്കും വരുന്ന ഡൗട്ടാണ്. ബോഡിയിൽ ചേഞ്ച് വരുമ്പോൾ പല കുട്ടികൾക്കും മെന്റലി ടെൻഷൻ, ഫ്രസ്ട്രേഷൻസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാ ഹ്യൂമൻ ബീങ്സും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ്. ടീനേജ് ഏജ് ആവുമ്പോൾ ജെനൈറ്റൽ ഏരിയയിലെ കളർ കുറച്ചുകൂടി ഡാർക്കർ ആവും, അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ആം പിറ്റ്സിലും, അതായത് ഷോൾഡറിന്റെ താഴെയുള്ള ഏരിയയിലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ചില ആളുകളിൽ കൈകളിലും കാലുകളിലും ഒക്കെ ചെറിയ രോമ വളർച്ച ഉണ്ടാവും, തിന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉണ്ടാവും. ചില ഗേൾസിനും ബോയ്സിനും അത് എടുത്തറിയും. ചിലരുടെ കൈകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൈകളിലും കാലുകളിലും ഒക്കെ കുറച്ചും കൂടി രോമ വളർച്ച ഉണ്ടാവും. അപ്പോൾ തിൻ ഹെയർ ഗ്രോത്ത് ലെഗ്സിലും ആംസിലും എല്ലാം ഉണ്ടാവും. പിന്നെ സ്കിൻ കുറേം കൂടെ ഓയിലി ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? പിമ്പിൾസ് വരും. ടീനേജിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒരു 15-16 ഏജ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഏജിൽ നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു ഏജ് ആണ്. അപ്പൊ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ കാണുന്നതാണ്. ഫേസിലെ സ്കിന്നൊക്കെ വളരെ ഓയിലി ആവാനും, ആ ഒരു ടീനേജ്, നമ്മുടെ ആ ഒരു ടീനേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്ന് ഓയിലി ആവാനും, മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗേൾസിനും ബോയ്സിനും ബോഡിയിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി 2 കൂട്ടരുടെയും ബോഡിയിൽ ഡിഫറെന്റ് ആയിട്ട്, അതായത് ഗേൾസിന്റെ ബോഡിയിൽ മാത്രം ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ട്. അതിനെ കുറിച്ച് നോക്കാം. അതായത് ഗേൾസിന് ടീനേജ് ഏജ് ആകുമ്പോൾ, ഒരു അഡോളസെന്റ് ഏജ് ആകുമ്പോൾ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അവരുടെ ബോഡി സെക്ഷുവലി മെച്യൂർഡ് ആവുന്നതിന് ഒരു സിമ്പിൾ
അതുപോലെ തന്നെ ഗേൾസിന്റെ നിപ്പിളുടെ ടിപ്പിലെ സ്കിന്ന് ആ ഒരു എഡോളസെന്റ് സ്റ്റേജ് വരെ ലൈറ്റ് പിങ്കിഷ് ആയിരുന്നത് എഡോളസെന്റ് ടീനേജ് ആകുമ്പോൾ ഡാർക്ക് പിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഗേൾസിന്റെ ബ്രസ്റ്റിലെ നിപ്പിൾസിന്റെ ടിപ്പിലുള്ള സ്കിന്നിന്റെ കളറ് ഡാർക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഗേൾസിൽ വരുന്ന ഒരു മെയിൻ ചേഞ്ച് ആണ്. പിന്നെ വരുന്നത് ഗേൾസ് ബിഗിൻ ടു മെൻസ്ട്രേറ്റ്. ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ നടക്കുന്നത്, പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മെൻസ്ട്രേഷൻ അതായത് ആർത്തവം, അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ടീനേജിലാണ്. ഓക്കെ, അപ്പോൾ ഗേൾസിന്റെ ബോഡിയിൽ മെയിൻ ആയിട്ട് വരുന്ന, നമുക്ക് പലരുടെ ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട്, എല്ലാ ഗേൾസിനും കോമൺ ആയിട്ട് ബോഡിയിൽ വരുന്ന ചേഞ്ച് ആണ്. അതായത് ഒരു ടീനേജ് ഏജ് ആകുമ്പോൾ ദേ സ്റ്റാർട്ട് മെൻസ്ട്രേറ്റിംഗ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യും. ബ്രസ്റ്റിലെ നിപ്പിൾസിന്റെ ടിപ്പിലുള്ള സ്കിൻ ലൈറ്റ് പിങ്കിൽ നിന്നൊരു ഡാർക്ക് പിങ്കിഷ് കളറിലോട്ട് ചേഞ്ച് ചെയ്യും. ഇനി ബോയ്സിന്റെ ബോഡിയിൽ വരാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് ന്യൂ തിക്ക് ഹെയർ ഗ്രോത്ത് ഓൺ ദ ഫേസ്. ആൺകുട്ടികൾക്ക് ഒരു ഏജ് ആകുമ്പോൾ ഒരു ടീനേജ് 13, 14, 15 ആയ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും മുഖത്ത് നിറയെ രോമങ്ങൾ, തിക്ക് ഹെയർ ഗ്രോത്ത് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, താടിയും മീശയൊക്കെ വരുന്ന ഒരു ടൈമാണ്. പിന്നെ വോയിസസ് ബിഗിൻ ടു ക്രാക്ക്. വളരെ പരുപരുത്ത ശബ്ദമായിരിക്കും ആൺകുട്ടികളുടെ ഒരു ഏജ് ആകുമ്പോഴേക്കും. വളരെ ആ ഒരു പുരുഷന്മാരുടെ മെയിലിന്റെ സൗണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളെക്കാളും കുറച്ചും കൂടി ഗാംഭീര്യം കൂടിയ, കുറച്ചും കൂടെ ഹാർഡ് വോയിസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു വോയിസിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരു കുട്ടിയിൽ നിന്ന് ഒരു പുരുഷന്റെ, ഒരു ബോയ് എന്നുള്ളതിൽ നിന്ന് ഒരു മാന്റെ സൗണ്ട് ആവുന്നതാണ്. കുറച്ചുകൂടി സൗണ്ട് ഒക്കെ കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട്. പിന്നെ പെനിസ്, അതായത് ബോയ്സിന്റെ ജെനൈറ്റൽ ഓർഗൻ, ഈ പെനിസ് ഒക്കേഷണലി എറൗസ്ഡ് ആവാൻ തുടങ്ങും. അതായത് ഇടയ്ക്ക് അത് വലുതാവാനും എൻലാർജ്ഡ് ആവാനും, ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന് നിൽക്കുക, അങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കാനും തുടങ്ങും. അതിപ്പോ ഡേ ടൈമിലാവാം, അല്ലെങ്കിൽ നൈറ്റ് ഡ്രീംസിലാവാം. ഓക്കെ, സ്വപ്നത്തിൽ സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ അല്ലാതെയുള്ള എക്സ്പീരിയൻസിലാവാം. അതായത് എന്തെങ്കിലും അങ്ങനെ എറൗസൽ ഫീലിങ്സ് വരുമ്പോൾ ഈ ഒരു ഏജ് ഒക്കെ ആവുമ്പോഴേക്കും ബോയ്സിന് പെനീസ് ഇടയ്ക്ക് ഒക്കേഷണലി എൻലാർജ്ഡ് ആവാനും ഇറക്റ്റ് ആവാനും ഒക്കെ തുടങ്ങും. ബോഡിയിൽ നടക്കുന്ന ഈ ചേഞ്ച് ഒന്നും ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല. അതായത് ഇറ്റ് ടേക്ക് പ്ലേസ് സ്ലോലി. ഓക്കെ, ഓൾ ദീസ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് സ്ലോലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഒരാളുടെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ചേഞ്ച്, അതായത് ഒരു ചേഞ്ച് ഒറ്റയടിക്ക് ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവില്ല. സ്ലോലി ഇറ്റ് ടേക്സ് ടൈം. അതുപോലെ തന്നെ എല്ലാ ചേഞ്ചും ഒരാളിൽ കാണണം എന്നില്ല. ഓക്കെ, നമ്മളിപ്പോ കോമൺ ആയിട്ട് ഒരു ബോയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഗേളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പറഞ്ഞു. ഇപ്പൊ ചിലരുടെ ശരീരത്തിൽ അധികം ഹെയർ ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല, ചിലരുടെ ബോഡിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാ ചേഞ്ചസും എല്ലാവരിലും കാണണം എന്നില്ല. പിന്നെ ഒരാളുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ എല്ലാ ചേഞ്ചും ഒരുമിച്ച് ഉണ്ടാവണമെന്നില്ല. ആദ്യം ചിലപ്പോൾ വോയിസ് ചേഞ്ച് ഉണ്ടാവാം, അതിനുശേഷമായിരിക്കാം ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതിനുശേഷമായിരിക്കാം ഈ പെനിസ് ഇറക്ഷൻ ഇടയ്ക്ക് സംഭവിക്കുന്നത്. അതായത് എല്ലാ ചേഞ്ചും കൂടി ഒരു ഹ്യൂമൻ ബോഡിയിൽ അറ്റ് എ ടൈം അല്ല ഉണ്ടാവുക, സ്ലോലി ആണ് അത് ഉണ്ടാവുന്നത്. എല്ലാ ചേഞ്ചും ഒരുമിച്ച് ഉണ്ടാവില്ല, 1 by 1 ആയിരിക്കാം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചേഞ്ചസ് അറ്റ് എ ടൈം വരാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇനി ഒരു ചേഞ്ചും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവില്ല. ഇപ്പോൾ ഹെയർ ഗ്രോത്ത് തന്നെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഒരു ബോയുടെ ഫേസിൽ തിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. ആദ്യം അവിടെ ചെറിയ ഹെയർസ് ഒക്കെ സ്കാറ്റർ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതിനുശേഷം പിന്നീട് പതുക്കെയാണ് അത് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും തിക്കായിട്ട് വളരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ചേഞ്ചും പെട്ടെന്ന് കംപ്ലീറ്റ് ആവില്ല, ഇറ്റ് ടേക്സ് ടൈം. അതുപോലെ തന്നെ ഒരാളിൽ എല്ലാ ചേഞ്ചും കൂടി ഒരുമിച്ച് സംഭവിക്കില്ല. അതുപോലെ തന്നെ അതൊരു സ്ലോ പ്രോസസ് ആണ്. പിന്നെ ഇതിനൊരു എക്സാക്ട് ഏജ് ഇല്ല. ഒരു 13 ഇയേഴ്സ് ഓൾഡ് ആകുമ്പോഴേക്കും ഒരു ഗേൾ മെൻസ്ട്രുവേഷൻ നടക്കും, അല്ലെങ്കിൽ 14 ഇയേഴ്സ് ആകുമ്പോഴേക്കും അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ഒരു ബോയുടെ സൗണ്ട് 15 ഇയേഴ്സ് ആകുമ്പോഴേക്കും മാറും. ഈ 13, 14, 15, 16 ഈ ഒരു പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും സൗണ്ട് ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഗേളുടെ ബോഡിയിലായാലും ബോയുടെ ബോഡിയിലായാലും ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിന് ഒരു എക്സാക്ട് ഏജ് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്, why does the body show sexual maturation at this age? ഈ ഒരു ടീനേജ് ഏജിൽ അല്ലെങ്കിൽ അഡോളസൻസിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ സെക്ഷൽ മെച്ചുറേഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിന്റെ ആൻസറിലോട്ട് വരികയാണെങ്കിൽ. അതായത് നമ്മളുടെ ബോഡി, നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഒരു പെർട്ടിക്കുലർ ഏജ് വരെ ബോഡി കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് അല്ലെ. ഒരു യൂത്ത് വരെ കണ്ടിന്യൂസ് 18 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ 21 ഇയേഴ്സ് വരെ കണ്ടിന്യൂസ് ബോഡി ഗ്രോത്ത് ആണ്. അതിൽ മെയിൻ ആയിട്ട് ഗ്രോത്ത് നടക്കുന്നത് നമ്മളുടെ ഈ ഒരു അഡോളസൻറ്റ് സ്റ്റേജ് വരെ, ഒരു 13, 14 ആ ഒരു ഇയേഴ്സ് വരെ, ഈ ഒരു 13 വർഷം 14 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഫാസ്റ്റ് ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള വളരെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇനി ആ ഒരു ഏജിൽ, അതായത് നമുക്ക് ആ ഒരു ടീനേജ് ഏജ് വരെ 13 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ 14 ഇയേഴ്സ് വരെ നമ്മളുടെ ബോഡി മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മളുടെ ബോഡിയിലെ എല്ലാ റിസോഴ്സും ഈ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെലവഴിക്കുക. ആ ഒരു ടൈമിൽ
ഈ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ മെച്ചുറേഷൻ അതിന് അത്ര പ്രയോറിറ്റി നമ്മളുടെ ബോഡി കൊടുക്കില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയുടെ ഗ്രോത്തിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളുടെ ബോഡിയിലെ എല്ലാ റിസോഴ്സും ബോഡി ഗ്രോത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഒരു മേജർ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ മെച്ചുറേഷന് കിട്ടിയെന്ന് വരില്ല. ഇനി ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് ഗ്രോത്തിന്റെ ഏജ് ഒക്കെ ഓൾമോസ്റ്റ് ആയതിനു ശേഷം ഈ ഒരു ടീനേജ് ഏജില് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിന്റെ ഒരു റേറ്റ് കുറയും. പകരം നമ്മളുടെ ബോഡി എന്തിലോട്ട് ഫോക്കസ് കൊടുക്കും? സെക്ഷൽ മെച്യൂരിറ്റി, അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന ഈ ചേഞ്ചസ്, ബോഡി റീപ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുക, സെക്ഷലി മെച്യൂർഡ് ആവുക, ആ ഒരു അഡോളസൻ സ്റ്റേജില്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുക. അതായത് ആ ഒരു സ്റ്റേജില് ബോഡിയിലെ മറ്റ് ഗ്രോത്തുകൾ ഒന്ന് സ്ലോ ഡൗൺ ആവും. ഓക്കെ, ഗ്രോത്ത് നിൽക്കുമെന്നല്ല, ഗ്രോത്ത് ഒന്ന് സ്ലോ ഡൗൺ ആവും. പകരം ഈ ഒരു ടീനേജ് ഏജില് നമ്മുടെ ബോഡി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഒരു സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിലായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ടൈമിനെയാണ് പ്യൂബർട്ടി എന്ന് പറയുക. അപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 2 ഇൻഡിവിജ്വൽസിന്റെ ജേം സെൽസ് എന്ന് പറയുന്ന ഈ റീപ്രൊഡക്റ്റീവ് സെൽസ്, 2 ഇൻഡിവിജ്വൽസിന്റെ റീപ്രൊഡക്റ്റീവ് സെൽസ് അഥവാ ജേം സെൽസിന്റെ ഫ്യൂഷൻ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ജേം സെൽസ് 2 പീപ്പിളുടെ ഇടയിൽ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ, അവർ തമ്മിൽ ഒരു സെക്ഷൽ ആക്ട് നടക്കണമെങ്കിൽ അതിന് സ്പെഷ്യൽ ഓർഗൻസ് വേണം. ആ ഓർഗൻസ് അതിന് കേപ്പബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു മെയിലിന്റെ ബോഡിയിലാണെങ്കിൽ പെനിസ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആവണം. ഒരു പെർട്ടിക്കുലർ ഏജ് മുതൽ പെനിസ് ഇറക്റ്റ് ആവാൻ തുടങ്ങുമ്പോഴാണ് ഈ പെനിസിന് മെയിൽ ഗാമേറ്റ്സിനെ ഫീമെയിൽ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഫീമെയിൽസ് ഇപ്പൊ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനികൾ, അതായത് പ്രസവിക്കുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുക. പ്രസവിച്ച് പാലൂട്ടുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുക. ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല മാമൽസിൽ പെടുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഹ്യൂമൻ ബീങ്സിന്റെ സിസ്റ്റമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് പോലുള്ള മാമൽസിന്റെ കേസിലാണെങ്കിൽ ബേബിനെ ക്യാരി ചെയ്യുന്നത് മദർ ബോഡിയിലാണ്, ഫീമെയിൽ ബോഡിയിലാണ്. ഈ ഫീമെയിലാണ് അതിനെ പ്രസവിക്കുന്നതും അതുപോലെ തന്നെ പിന്നീട് ബേബി ജനിച്ചതിന് ശേഷം അതിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും. അപ്പോ ഒരു മെയിലിന്റെ പെനിസ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കണം. ഫീമെയിൽ ബോഡിയിലോട്ട് മെയിൽ ഗാമേറ്റ് പാസ് ചെയ്യാൻ പാകത്തിൽ ഇറക്റ്റ് ആവാനുള്ള കാപ്പബിലിറ്റി പെനിസിന് വന്നിട്ടുണ്ടാവണം. എന്നുള്ള പോലെ തന്നെ ഈ ഫീമെയിലിന്റെ യൂട്രസിന്, ഒരു ബേബിനെ ഹോൾഡ് ചെയ്യാൻ പാകത്തിൽ ഒരു മെച്യൂരിറ്റി ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ബർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു യങ് വണ്ണിനെ ഫീഡ് ചെയ്യാൻ പാകത്തിൽ ഫീമെയിലിന്റെ ബ്രസ്റ്റും ഡെവലപ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോ അതായത് മാമൽസിൽ, പ്രത്യേകിച്ച് ഹ്യൂമൻ ബീങ്സിൽ, ഫീമെയിൽ ബോഡിയിലാണെങ്കിലും അതിനനുസരിച്ച് തയ്യാറെടുപ്പ് ബോഡിയിൽ നടന്നിട്ടുണ്ടാവണം. മെയിൽ ബോഡിയിലാണെങ്കിലും അതിനനുസരിച്ച് കാപ്പബിലിറ്റി ബോഡി, അതായത് അത്രയും ഒരു സെക്ഷൽ മെച്യൂരിറ്റി ബോഡി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, ഡയഗ്രാംസ് ഒക്കെ വെച്ച്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് ഇത്ര നേരം നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.